ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാരമൽ പുഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പുഡിങ്ങിൻ്റെ ബേസ് കാരമലാണ്. അപ്പോൾ കാരമൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് 6 ടീസ്പൂൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. ഷുഗറിനെ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു 3 ടീസ്പൂൺ വാട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരമൽ കുറച്ചൊന്ന് ലൂസായാലും നമുക്ക് പുഡിംഗ് ബൗളിൽ യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കാരമൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കാരമലിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റണം. കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആവാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് ഒരു കയ്പ്പ് രസം വരും. ഇപ്പോൾ കാരമലിനെ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റിയിട്ടൊന്ന് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. കാരമൽ പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് കാരമൽ ട്രാൻസ്ഫർ ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. കാരമൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1.5 കപ്പ് പാല് തിളപ്പിച്ചെടുക്കാം. പാലിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മധുരം കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യാം. പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി യൂസ് ചെയ്യാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പുഡിങ്ങിനായിട്ട് നമുക്ക് ചെറിയ ചൂടുള്ള പാലാണ് വേണ്ടത്. ആ ടൈമിൽ നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 3 ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുട്ടയുടെ വലിപ്പം മീഡിയം സൈസ് മുട്ടയൊക്കെയാണെങ്കിൽ നമുക്ക് 2 എണ്ണം മതിയാവും. എഗ്ഗ് ചെറുതായിട്ടൊന്ന് ഹാൻഡ് ബീറ്റർ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്താൽ ഒത്തിരി ബബിൾസ് എല്ലാം വരും. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാലിൻ്റെ ചൂടൊന്ന് നോക്കിയിട്ട് പാലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ചെറിയൊരു ചൂട് മതി. നല്ല ചൂടാണെങ്കിൽ കുറച്ചും കൂടി നേരം തണുക്കാൻ വെച്ചതിന് ശേഷം മുട്ടയിലേക്ക് ആഡ് ചെയ്യണം. ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് മുട്ടയുടെയും പാലിൻ്റെയും മിക്സ്ചർ കാരമൽ ലെയറിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് ഇതുപോലെ എക്സ്ട്രാ ബബിൾസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീമർ യൂസ് ചെയ്തിട്ടാണ് കാരമൽ പുഡിംഗ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നമുക്ക് ബൗളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. 20 to 25 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള പുഡിങ്ങാണിത്. ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഡയറക്റ്റ് ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതിനേക്കാളും തണുപ്പിച്ച് സെർവ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി ആവുന്നത്. അപ്പോൾ ഒരു 1 hour or 2 hour നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇനി നമുക്ക് പുഡിങ്ങിനെ ഒരു പ്ലേറ്റ് വെച്ച് അപ്സൈഡ് ഡൗൺ ആക്കി എടുക്കാം. നമ്മളിങ്ങനെ അപ്സൈഡ് ഡൗൺ എടുക്കുമ്പോൾ തന്നെ ഇത് ഇളകി വരും. ഇനി ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും വെച്ച് സൈഡൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ഒരു മിറർ ഗ്ലേസ് ടോപ്പാണ് കാരമൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ. കാരമൽ പുഡിംഗ് നല്ല സോഫ്റ്റാണ്. നല്ല ഒരു മധുരവും നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് പുഡിംഗാണ്. ബേസിക്കലി നമുക്കിതിൻ്റെ ഒരു എഗ്ഗിൻ്റെ ടേസ്റ്റ് ആവും ഉണ്ടാവുക. നൈഫിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കട്ട് ചെയ്യാനായിട്ട്. ഒരു ഫോർക്ക് വെച്ച് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും.